എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മേൻ്റെ ഒരു ഇതിലല്ല വരുന്നത്. ബിക്കോസ് ആ കംപ്ലയിൻറ്റ് വാസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. അതൊരു പേഴ്സണൽ. ഇപ്പോൾ ഞാനിവിടുന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഒരു EC മെമ്പറിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണലായ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രോബ്ലം അല്ല, അത് എൻ്റെയും ആ വ്യക്തിൻ്റെ ഇടയിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് ജാനുവരിയിൽ ആ കുട്ടി 3 കംപ്ലയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വ്യക്തിൻ്റെ ഇതിൽ അത് അവർ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് അവരുടേതായ പേഴ്സണൽ രീതിയിൽ ആ കംപ്ലയിൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് നടന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അൻസിബ ഒരിക്കലും അമ്മയുമായി ബന്ധപ്പെട്ട് ഏത് ടിനി ചേട്ടൻ്റെ അല്ല, May 12th ആ കുട്ടി വന്നില്ല. May 2nd ആ കുട്ടി വന്നത്. March 2 ലാസ്റ്റ് EC മീറ്റിംഗ് March 2 ആയിരുന്നു. അതിൽ നോമ്പ് നടക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിങ്ങിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്. അതിന് ഒരു കുറവുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും മുകളിൽ കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മളോട് പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ വാക്കുകൾ നമ്മുടെ ECയിൽ 17 ആൾക്കാരാണ് EC മെമ്പേഴ്സ്. ഒരാൾ അങ്ങനെ പറയുമ്പോൾ 16 ആൾക്കാർ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ജാനുവരിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ കംപ്ലയിൻറ്റ് വേറെ എന്തോ ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പോലീസ് കേസായിരുന്നു. ആ പോലീസ് കേസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ഒരു വ്യക്തിൻ്റെ കൂടെയുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മ പരിഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് വെൽഫെയർ ഓർഗനൈസേഷൻ അല്ല, ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. ഇതിന് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കംപ്ലയിൻറ്റ്സ് ഒന്നും പരിഗണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക വർക്ക് ചെയ്യാണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അവർ പേഴ്സണൽ അമ്മേ അല്ല. നമ്മൾ അറിയുന്നത് തന്നെ ജാനുവരിയിലാണ്. ഇത് ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ അവർ പോലീസ് കേസ് കൊടുത്തതാണ്. അത് നമ്മൾ ഇന്നാണ് അറിയുന്നത്, നിങ്ങൾ വഴി. നമ്മളിവിടെ ഇല്ല, 1:30 മണിക്കാണ് നിങ്ങളുടെ പോസ്റ്റ് വന്നത്. 1:30 മണിക്കാണ് ഈ കംപ്ലയിൻറ്റ് വന്നത്. 2 മണിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ മെയിലിൽ അമ്മയുടെ. അത് നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ടിനിയേട്ടനോട് സംസാരിക്കുമ്പോൾ ഞാൻ മെയിലിൽ നോക്കിയപ്പോൾ 2 o'clock ഒരു മെയിൽ വന്നിട്ടുണ്ട്, 2 മണിക്ക് ഷാർപ്പ്. യെസ്, അത് 2 മണിക്ക്. യെസ്, 2 മണിക്കാണ് മെയിൽ വരുന്നത്. വന്നു 2 മണിക്ക്. അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കുള്ളൂ. അത് നമ്മൾ മീഡിയ വെരി സാഡ് തിങ് ഈസ് ഈ ECയിൽ ഇരിക്കുന്ന മെമ്പേഴ്സാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്ക് നമ്മുടെ ബൈലോൻ്റെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. ദാറ്റ് അമ്മേൻ്റെ ഓരോ കാര്യങ്ങളും അമ്മേൻ്റെ ഉള്ളിലേ ചർച്ച നടക്കുള്ളൂ. അപ്പോൾ ഈ മീഡിയയിൽ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ അവരെല്ലാവരും കാരണമാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നത്തിങ് ടു ഡു വിത്ത് ഈ രാജിവെക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു കാര്യം അറിയിച്ചാണ് അൻസിബ രാജിവെച്ചത്, വ്യക്തിപരമായ കാരണങ്ങളും മറ്റു തിരക്കുകളും. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷ്യം? ഇന്നൊരു പരിപാടി പ്രധാനമായും അമ്മയുടെ നടക്കുന്നു, ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഒരു ആരോപണം വരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? സംശയമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചിരിയിലും ഉണ്ട്. അല്ല, അത് ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. അതൊക്കെ ഞാൻ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. May 12 അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? May 23. അപ്പോൾ why not before this? Why only today? I mean, I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് EC മെമ്പറാണ്. നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിൻ്റെ ഉത്തരം തരികയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെ പറയുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യം വരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ
ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുണ്ട് എന്ന് സംശയിക്കുന്നു. എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മേൻ്റെ ഉള്ളിൽ നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് സൊല്യൂഷൻസും എടുത്തിട്ടുണ്ട്. ആൻഡ് കുറേ കാര്യങ്ങൾ ഇനിയും ചർച്ചകളിൽ ബാക്കിയുണ്ട്. ഈ അൻസിബ് പറഞ്ഞൊരു കാര്യങ്ങളൊന്ന്, അതായത് പല കാര്യങ്ങളും മെമ്പറായിട്ടുള്ള ഈന കുറുപ്പ് തന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അൻസിബ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വഴിയാണ് താൻ അറിഞ്ഞത് എന്നുള്ളതാണ്. ആ സമയം അത് കേട്ടപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്. 17 ആൾക്കാരിൽ ഒരാൾ കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാർ? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബൻ്റെ സ്വന്തം, നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞത്, അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? നീനാക്കുറിപ്പിനോട് ചോദിച്ചിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്ന് ഐ ക്യാമ്പിലായിരുന്നു. അതിൻ്റെ ഇടയിൽ എവിടുന്നാണ് ഞാൻ ഇത് ഇരുന്നത്? ഇതിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഐ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്ന വാർത്തയോട് ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ, ഇവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ മെയിലും വന്നിരിക്കുന്നത്? യെസ്. അതിൽ ലക്ഷ്മി പ്രിയൻ്റെ കാര്യമുണ്ട്, ടിനി ടോമിൻ്റെ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പരിശോധിക്കുമോ ആ ഒരു പരാതി? യാ ഓഫ് കോഴ്സ്, വൈ നോട്ട്? ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മതസ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വാങ്ങരുത് എന്നൊരു അഭിപ്രായം അൻസിബ ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നു. യെസ്, അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ചാരിറ്റി, ഏത് ഓർഗനൈസേഷൻ, ഏത് മതപരമായ സ്ഥാപനത്തിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ചാരിറ്റി എടുക്കാം. ലീഗലി വിത്ത് അവർ എന്താ പറയുക, നമ്മളുടെ ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ് എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യം ഇവിടെ ലീഗലി ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ബാങ്ക് വഴി തന്നെയാണ്. അപ്പോൾ ഹൗക്കം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അത് ആ കുട്ടി ഉന്നയിച്ച ഒരു കാര്യമാണ്. പക്ഷെ അതൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമല്ല പറഞ്ഞത്. ആ കുട്ടീൻ്റെ അഭിപ്രായം പറഞ്ഞു. ഈ അൻസിബ ഒഴികെ ബാക്കി എല്ലാവരും ആ നീക്കത്തെ അനുകൂലിച്ചിരുന്നു. ഏത്? കുറച്ച് ആൾക്കാർക്ക് എല്ലാവരും കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റി, അതുകൊണ്ടല്ലേ നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ഒരു അമ്പലമായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി ജനറൽ സെക്രട്ടറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആക്ഷേപം നേരത്തെ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ടിനി ടോം വ്യക്തിനോട് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ബൈലോ പ്രകാരം നമ്മളെ ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ച ഒരിതാണ് ദാറ്റ് പ്രസിഡൻറ്റ് ഒരു നോക്കുത്തിയാണ്, ഒരു സ്റ്റാമ്പാണ്. പക്ഷെ അങ്ങനെയല്ല. പ്രസിഡൻറ്റ് തന്നെയാണ് ദ ഹെഡ് ഓഫ് ദ ഹോൾ തിങ്. ജനറൽ സെക്രട്ടറി പണ്ട് ഇടവേള ബാബു ചേട്ടനാണ് നമ്മുടെ 25 വർഷം ഈ സ്ഥാപനം, അല്ലാതെ അമ്മ അസോസിയേഷൻ നയിച്ചത്, അതും ബ്യൂട്ടിഫുള്ളി ആയിട്ട്. അപ്പോൾ ആ ഒരു ആളുടെ സാക്രിഫൈസ് നമ്മൾ ഇത്രയും ഒരു എന്താ പറയുക, ഒരു തമാശ രൂപേണ എല്ലാവരും വിചാരിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ് എല്ലാം. അല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദാറ്റ് ഇന്നസെൻ്റ് അങ്കിളും മോഹൻലാലും പോലെ പ്രസിഡൻറ്റ് ഇരുന്നപ്പോൾ അവർ ജസ്റ്റ് ഒരു സ്റ്റാമ്പായിരുന്നു? അതേ ബൈലോയിൽ തന്നെയല്ലേ ഞാനും വരുന്നത്, അല്ലാതെ നമ്മളുടെ ഈ ഒരു ഭാരവാഹിത്വം വരുന്നത്. ഒരു പുതിയ വരുന്നവർക്ക് വന്നിട്ടും വിഭാഗീയതയും വിവാദം ഇങ്ങനെ തുടരാനുള്ള സംഘടന ജെൻഡറായിട്ട് നമുക്ക് സംസാരിക്കേണ്ട. പിന്നെ ഇത് ഇപ്പോഴല്ലേ മീഡിയൻ്റെ ഇത്ര അറ്റൻഷൻ വന്നത്. ഇതിനു മുമ്പേ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊരു കുറവൊന്നുമില്ല, യുദ്ധത്തിനൊരു കുറവുമില്ല. വാക്കാല മാത്രമേ ഉള്ളൂ.